ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ ഗ്രാമചന്തകൾ ഉണ്ടായിരുന്നു. കാർഷിക സാധനങ്ങളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും കൈമാറ്റങ്ങളിലൂടെയാണ് അവിടെ വിപണനം നടന്നിരുന്നത്. ഓരോ ചന്തയും ഗ്രാമ സ്വയം പര്യാപ്തതയുടെ പ്രതീകങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വൻകിട ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കൂണുപോലെ ഉയരുന്ന ഈ കാലത്ത് ഗ്രാമീണ കർഷകർക്കായുള്ള വിപണിയെക്കുറിച്ചുകൂടി നാം ആകുലപ്പെടേണ്ടിയിരിക്കുന്നു. ഗ്രാമക്കാഴ്ചകളുടെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജൂറി അംഗങ്ങളെ പരിചയപ്പെടാം. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീ R ഹേലി, പ്രൊഫസർ MK പ്രസാദ്, എഴുത്തുകാരിയും സാമൂഹ്യ ശാസ്ത്ര ഗവേഷകയും സംസ്കൃത സർവകലാശാല അധ്യാപികയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, പ്ലാനിംഗ് ബോർഡിലെ മുൻ അംഗവും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ സ്ഥാപക CEO-യുമായ ശ്രീ G വിജയരാഘവൻ, കൂടാതെ തണലിന്റെ ഡയറക്ടർ ശ്രീമതി S ഉഷ. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഒരു കാർഷിക ഗ്രാമമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒന്നാം ഘട്ടത്തിൽ അവരെത്തിയത് വിത്ത് മുതൽ വിപണി വരെ എന്ന വേറിട്ട പദ്ധതിയുമായാണ്. പങ്കാളിത്ത ബജറ്റിങ്ങിനെക്കുറിച്ചും ഗ്രാമസഭകളുടെ നടത്തിപ്പിനെക്കുറിച്ചും ചൂടേറിയ ചർച്ചകൾ ഇവിടെ നടന്നു. നമ്മുടെ വിധികർത്താക്കൾ നടത്തിയ പഞ്ചായത്ത് സന്ദർശനത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഒപ്പം അവർക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളതെന്നും അറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം ആര്യനാടിനെ ഈ വേദിയിലേക്ക്. ആര്യനാട് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജു മോഹനെ കൂടാതെ മറ്റ് ജനപ്രതിനിധികൾ, ഗുണഭോക്താക്കൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് പഞ്ചായത്തിന്റെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് പ്രസിഡന്റിന് പറയാനുള്ളത്? ഈ വേദിയിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ പഞ്ചായത്തിന്റെ പ്രത്യേക മാന്യത ഞങ്ങൾക്ക് നേടിത്തരുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്ന് ഞങ്ങൾക്ക് സന്തോഷവും ആത്മാഭിമാനവും ജനിപ്പിക്കുന്ന രീതിയിൽ തുടർന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിലേക്ക് വേണ്ടി ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിധികർത്താക്കളുടെ പഞ്ചായത്ത് സന്ദർശനത്തിന് ദൃശ്യങ്ങൾ കാണാം. മടങ്ങിയെത്താം. ഇത് എന്തൊരു തിരക്കെന്നായിരിക്കും നിങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നതല്ലേ? വേറൊന്നും അല്ല കേട്ടോ. ആര്യനാട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരും ഉണ്ട് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട്. ഇവരുടെയൊക്കെ മുഖത്തൊരു ചിരിയുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ എത്തിയതിൻ്റെയാണ്. എന്തായാലും ഇവരുടെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്താനായിട്ട് ജൂറി അംഗങ്ങളായിട്ട് നമ്മളൊപ്പം എത്തിയിരിക്കുന്നത് KP കണ്ണൻ സാറും വിജയരാഘവൻ സാറും ഉഷ മാഡവും ആണ്. എന്തായാലും ഇവരുടെ കൂട്ടായ്മയിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കാണാം. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള എക്സ്പ്രസിൽ അവതരിപ്പിച്ച പ്രധാന വികസന പദ്ധതി വിത്ത് മുതൽ വിപണി വരെയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പദ്ധതിയുടെ ഏകദേശ രൂപമൊക്കെ മനസ്സിലാവും. വിത്തുണ്ട്, വിതയ്ക്കലുണ്ട്, വിളവെടുപ്പുണ്ട്, ഒപ്പം വിപണനമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കൃഷിയിടത്തിലേക്കാണ്. അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പോൾ ഈ ആര്യനാട് പഞ്ചായത്തിലെ കൃഷി സ്ഥലങ്ങളെ ഇങ്ങനെ പാട്ടത്തിനെടുത്തിട്ട് കൂട്ടായ്മ സംഘങ്ങൾ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്, അവരുടെ എങ്ങനെയാണെന്ന് പഞ്ചായത്ത് അവർക്ക് കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത്, അതിനെക്കുറിച്ചൊന്ന് കൃഷി ഓഫീസർ പറയാമെങ്കിൽ. നമ്മുടെ ആര്യനാട് പഞ്ചായത്തിൽ ഇപ്പം സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന സ്ഥാപനം വന്നതിന് ശേഷം നമ്മൾ സീഡ് ബാങ്ക് ലാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വെച്ചിരുന്നു ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പം അതിൽ നമ്മൾ 20 സ്വാശ്രയ സംഘങ്ങൾക്ക് ലാൻഡ് ബാങ്ക് വഴിയിട്ട് വാഴ കൃഷിക്കും പച്ചക്കറി കൃഷിക്കുള്ള സ്ഥലം നമ്മൾ പാട്ടത്തിന് കൊടുത്തു. അതായത് എഗ്രിമെൻറ്റ് വഴി. അതായത് 3 വർഷത്തേക്കാണ്.
അപ്പം ഇതിൽ 6000 മുതൽ 7000 വരെ റേഞ്ചാണ് ഏകദേശം. അത് ഈ വെള്ളം നോക്കിയും സ്ഥലത്തിൻ്റെ പൊട്ടൻഷ്യലും എല്ലാം കൂടെ നോക്കിയിട്ടാണ്. അപ്പം അവരിൽ നമ്മളിപ്പം വാഴക്കന്ന് കൊടുത്തിട്ടുണ്ട്, പച്ചക്കറി വിത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പുകൾക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ്, പിന്നെ വളം, പിന്നെ ജൈവ കീടനാശിനി നീഡ് ബേസ്ഡ് മാത്രമായിട്ട് അത് നമ്മൾ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. ബയോ പെസ്റ്റിസൈഡ് മാത്രം. പിന്നെ വാഴ കൃഷിക്ക് ഇവർ ബേസിലായിട്ട് ഫിറിഡാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സംഘം വന്നതിന് ശേഷം വരുമാനം കൂടിയിരിക്കും. ഇവിടെയൊക്കെ വാഴയാണോ ലാഭം കൂടുതൽ? വാഴയാണ് ലാഭം. ഇവിടെ ഈ നടക്കുന്ന സംഘകൃഷി ഉണ്ടല്ലോ, അതിനെ കുറിച്ച് അറിയാനാണ് നമ്മളിപ്പോ വന്നത്. നല്ല സന്തോഷം തോന്നി കണ്ടപ്പോ. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ തരിച്ചിട്ടുണ്ട്, ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. രൂപീകരിക്കാൻ എങ്ങനെയാണ്? രൂപീകരിക്കാൻ ഞാൻ കൺവീനറായിട്ട് അപ്പം തരിച്ചിട്ടിരുന്നപ്പം പഞ്ചായത്തിൽ നിന്ന് അവർ SDDC ആയിട്ട് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് വിത്ത് തരാം, വളം സബ്സിഡി തരാം, യന്ത്രം അതെല്ലാം സഹായത്തോടെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയതാണ്. അങ്ങനെ 4000 രൂപ പാട്ടത്തിന് 3 വർഷത്തേക്ക് എടുത്ത് തുടങ്ങിയതാണ്. ലാഭമാണെങ്കിൽ ഇനി കൃഷി തുടരാം ആയിരിക്കാനാണ് സാധ്യത. കാരണം ചെലവ് കുറവാണ് ഇപ്പോൾ. കാരണം പഞ്ചായത്തിൽ നിന്ന് എല്ലാ സഹായം ചെയ്യണുണ്ട്. നെല്ല് സംഭരണം ഉണ്ട് അവിടെ? സംഭരണം ഉണ്ട്. എന്ത് വിലയ്ക്ക് എടുക്കും? 13 രൂപ. അപ്പോൾ 1300 രൂപ കിൻഡലിന് അല്ലേ? നല്ല വിലയാണല്ലോ. ഞങ്ങൾ നേരത്തെ കണ്ടപ്പോൾ വാഴകൃഷിക്കാർ പറഞ്ഞത് വാഴകൃഷി ചെയ്യുന്നതാണ് ഇതിലും കൂടുതൽ എത്രയോ ലാഭം. കഷ്ടപ്പാടുമില്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞത് നെല്ലിന്റെ പൊടി അടിക്കുന്ന കഷ്ടപ്പാടെന്ന് വാഴപ്പഴം തിന്നാലോ റബ്ബർ പാൽ അതില്ല, കേരളക്കാർക്ക് ജീവിക്കാൻ അതില്ല. അപ്പൊ ആരെങ്കിലും ഒക്കെ കൃഷി ചെയ്തല്ലേ പറ്റൂ. പഞ്ചായത്തിന്റെ സബ്സിഡി സഹായത്തോടെ പ്രവർത്തിക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് ഇത്. ജൈവ കർഷകർക്ക് ഏറെ സഹായം ചെയ്യുന്ന ഈ പദ്ധതിക്ക് കീഴിൽ 2 വൻകിട യൂണിറ്റും 50 ചെറുകിട യൂണിറ്റുകളും ഉണ്ട്. കിലോയ്ക്ക് 5 രൂപ വെച്ച് കാർഷിക വിപണന കേന്ദ്രം വഴി ഇത് വിൽക്കുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പട്ടികജാതിക്കാർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ സമഗ്ര വികസനമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് SC കോളനിയിലാണ്. ഒരു കുട്ടയ്ക്ക് എന്ത് വില കിട്ടും? ഒരു കുട്ടയ്ക്ക് ചിലപ്പോൾ 40 രൂപ 35 രൂപ കലാലയ്ക്ക്. അത് ശരി. ഇത് ഒരു കുട്ട ഉണ്ടാക്കി എത്ര സമയം എടുക്കും? അരമണിക്കൂറൊക്കെ വേണ്ടി. ഭവനരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലൂടെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുകയാണ് ഗ്രാമപഞ്ചായത്ത്. എന്തൊക്കെയാണ് ഈ വീട് വെച്ചിട്ട് എത്രയായി? 1 വർഷമായി? 3 വർഷമായി. ഇതെങ്ങനെയാണ് പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഉണ്ടാക്കി തന്നതാണോ? ഈ സ്ഥലത്തിന്റെ അവർക്ക് രാവിലെ വന്ന ഉടനെ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളെല്ലാം കൊടുക്കും. അതോ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരുത്തോ? ഇല്ല, ഫ്രീ പ്ലേ ആണ്. പിന്നെ 10 മണിയാകുമ്പോൾ കുട്ടികൾക്ക് ഈശ്വര പ്രാർത്ഥന നടത്തി പ്രതിജ്ഞ ചൊല്ലിച്ച് പിന്നെ ഹാജരെടുത്ത് പിന്നെ കുട്ടികളെ ആയിട്ടുള്ള സൗഹൃദ സംഭാഷണം പിന്നെ കളിയിലൂടെ ഉള്ള പഠനമാണ്. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മൊത്തം ഭൂവിസ്തൃതിയുടെ 80% വനമേഖലയാണെന്നുള്ളതാണ്. ഇവിടെ 183 ST കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടോ, സ്കൂളിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരോടൊപ്പം ഒന്ന് സ്കൂളൊന്ന് കണ്ടു കളയാം അല്ലേ? നമുക്ക് സ്കൂളിൽ പോവാം, വാ. ട്രൈബലാണ്. അത് ശരി. ഇതിപ്പോ എത്ര വർഷമായി സ്കൂള്? ഇതിപ്പോ 75 ഈ സ്കൂൾ സ്ഥാപിച്ചു. മൊത്തത്തിൽ ഈ സ്കൂളിന്റെ ചരിത്രം എന്ന് പറയുന്നത് 1955 തുടങ്ങിയത്. എന്താ വരയ്ക്കുന്നത് മനസ്സിലായ? എന്താണ്? ആന വീടാണത്. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയ കുട്ടികൾക്കായുള്ള അംഗൻവാടിയും പ്രവർത്തിക്കുന്നു. 11 മണിക്ക് ഒന്നിട ദിവസങ്ങളിൽ ബിസ്ക്കറ്റും ലഡുവാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞി, അത് കഴിഞ്ഞ് 3 മണിക്ക് ഉപ്പുമാവ്, തിങ്കൾ ശനി ദിവസങ്ങളിൽ പായസം, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉപ്പുമാവാണ്.
ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രീ പ്രൈമറി സ്കൂളാണിത്. ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഒരു കെട്ടിടത്തിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉണ്ട്. പിന്നെ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം അന്യമായി നിൽക്കുന്ന ഈ കാലത്ത് പഞ്ചായത്ത് ഒരു സഹായഹസ്തം നൽകുകയാണ് ഇവിടെ. മലയാളം രണ്ടായിട്ട് സർ, അതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് കൂടുതൽ കുട്ടികൾ പാവപ്പെട്ടവരാണ്. അപ്പോൾ അവർ പ്രൈവറ്റ് സ്റ്റഡിക്ക് അവർക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല. അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ ചിലവിൽ കുറഞ്ഞ ഫീസ് ആനുകൂല്യമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി മലയാളം ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലോട്ടാണല്ലോ വരാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷം പ്രീ പ്രൈമറി സ്കൂളിൽ വന്ന അഡ്മിഷൻസ് എത്ര, ഈ വർഷം വന്ന എത്ര? ശരി സർ, കഴിഞ്ഞ വർഷം വന്ന അഡ്മിഷൻ 165 പക്ഷേ ഈ വർഷം 183 അത് മാറിയിരിക്കുകയാണ്. അപ്പം നല്ലൊരു വ്യത്യാസമാണ് നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളുടെ എണ്ണം കുറയുന്നു, കുട്ടികൾ വരുന്ന എണ്ണം കുറയുന്നു, പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടുന്നു? എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സ്കൂളിലെ ഭൗതിക സാഹചര്യം വളരെ മെച്ചപ്പെട്ടതാണ്. നമ്മൾ മറ്റ് സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്, നല്ല രീതിയിലാണത്. ഇത് കൂടാതെ അധ്യാപകരുടെയും PTA-യുടെയും പഞ്ചായത്തിൻ്റെയും നിരന്തരമായ പരിശ്രമം നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നു. തേങ്ങ, പിന്നെ അത് പോയിട്ട് പാക്ക്, പിന്നെ വേറെ ചേന, ചേമ്പ്, നെല്ല്. നമ്മളപ്പോൾ റെഡി ക്യാഷാണ്. നമ്മളിപ്പോൾ ഒരു ദിവസമാണെങ്കിൽ 10,000 രൂപ. നിങ്ങൾക്ക് എത്ര ഓർഡർ ഉണ്ട്? ഞങ്ങൾക്ക് ഒരു 5000 ലഡു ഒക്കെ ഒരു മാസം. ഇതിന്റെ അകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇതിന്റെ 17 ഐറ്റം ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെയാ? ഇത് ഗോതമ്പ്, ഉലുവ, സോയാബീൻ. ഉലുവ പണ്ട് നയനാരുടെ കിട്ടിയ ഉലുവായിരിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഫേവറേറ്റ് ആയിരുന്നു. ഇത് PHC അല്ലെന്നും പറയുന്നു, എന്നാൽ PHCയെക്കാളും വലിയ സൗകര്യങ്ങളുണ്ടെന്നും പറയുന്നു. എന്താ ഇതിന്റെ സ്റ്റേറ്റസ്? പേഷ്യൻസ് വരും. ഇന്നും ഉണ്ടായിരുന്ന 470 പേഷ്യൻസ് ഒരു ദിവസം. ഇനി നാളെ ട്യൂസ്ഡേ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ BP ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ക്യാൻ എക്സ്പെക്ട് മോർ ദാൻ 500 പേഷ്യൻസ്. പഞ്ചായത്ത് സന്ദർശനം കഴിഞ്ഞു. ഇനി കൂടിക്കാഴ്ചയുടെ സമയമാണ്. പഞ്ചായത്തിലെ ജനപ്രതിനിധികളും വികസന പദ്ധതികളുടെ ഉദ്യോഗസ്ഥരും കൂടാതെ ഗുണഭോക്താക്കളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ജൂറിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചോദിക്കാനുണ്ടാവും. കണ്ണൻ സർ, NREG പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ 9-10 NREG പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരം പദ്ധതികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? അതോ ഇവിടെ NREGക്ക് അത്രയും വലിയ ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണോ? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ആദ്യ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഇത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ വളരെ നമ്മളെയൊക്കെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു 70%-ലധികം കുടുംബങ്ങളുടെയും അംഗങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ തയ്യാറാവുകയും 50% കുടുംബങ്ങൾ ഇതിൽ പണിയെടുത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് 31-നകത്ത് നമുക്ക് 1,32,00,000 രൂപയുടെ തൊഴിൽ അവർക്ക് രൂപയായി പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചെയ്തത്? ഒന്ന്, നമ്മൾ പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള പുരയിടങ്ങളും അവരുടെ അതുപോലെ തന്നെ അവിടെ വേണ്ടുന്നുള്ള ജലസേന സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് നമ്മൾ നീരവളങ്ങളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും പിന്നെ അതുപോലെ നമ്മുടെ മറ്റ് അനുബന്ധമായിട്ടുള്ള മഴ സംഭരണ സംവിധാനം എല്ലാം തന്നെ നന്നാക്കിയെടുക്കുന്നതിലേക്ക് വേണ്ടി ചെയ്തു. കഴിഞ്ഞ വർഷം എത്ര പേർക്ക് തൊഴിൽ നൽകി? 3821 പേർക്ക് തൊഴിൽ കാർഡ് അനുവദിക്കുകയും 2026 പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ കിട്ടിയ എത്രയാണ് ഒരു വ്യക്തിക്ക്? ഏറ്റവും കൂടുതൽ കിട്ടിയ 100 ദിവസമാണ്. എത്ര തൊഴിൽ ദിനങ്ങൾ താങ്കൾ ജോലി ചെയ്തു? 100 ദിവസത്തെ ജോലി ചെയ്തു. 100 ദിവസം ചെയ്തു? അതെങ്ങനെ സാധിച്ചെടുത്തു? നമ്മളെ വാർഡിൽ 50 പേർക്ക് 100 ദിവസത്തെ പണി ചെയ്തു. എന്താ ചെയ്ത്? 100 ദിവസം തോടിന്റെ പണി, കുളം വൃത്തിയാക്കുക,
SC കാർഡ്